ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമനത്തിൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ തന്ത്രിമാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ഹർജിയിൽ ആവശ്യം. കഴക ജോലി മതപരവും ആത്മീയവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. പൊയ്യയിലെ ഫാമിൽ വനാമി ചെമ്മീൻ കൃഷി നഷ്ടത്തിലാകാൻ കാരണം വൈറസ് ബാധയെന്ന് കണ്ടെത്തൽ. വൈറ്റ് സ്പോട്ട് ഡിസീസാണ് ചെമ്മീൻ കൃഷിയെ ബാധിച്ചതെന്ന് റിപ്പോർട്ട്. റവന്യൂ വകുപ്പിൽ സൂക്ഷിച്ച സ്വർണം മുക്കുപണ്ടമായ സംഭവത്തിൽ സമാന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് കളക്ടർ. തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ പ്രാൺ സിംഗിനാണ് അന്വേഷണ ചുമതല. 2003 മുതൽ 2022 വരെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തും. അംഗീകാരത്തിന്റെ നിറവിൽ തൃശൂർ ജില്ലയും തൃശൂർ കളക്ടറും. ശിശു വികസന സേവന പദ്ധതിയിലെ മികച്ച സേവനത്തിനുള്ള പുരസ്കാരത്തിന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അർഹനായി. ജില്ലയിലെ മികച്ച അങ്കണവാടിക്കുള്ള സംസ്ഥാന പുരസ്കാരം കൊടകരയിലെ ഗാലക്സി അങ്കണവാടിക്ക്. വാർത്തകളിലേക്ക് വിശദമായി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമനത്തിൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ തന്ത്രിമാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ക്ഷേത്രത്തിലെ കഴക ജോലി മതപരവും ആത്മീയപരവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക ജോലി ഭരണപരമായ കാര്യമോ മതേതരത്വ സ്വഭാവമുള്ളതോ അല്ലെന്നാണ് തന്ത്രിമാരുടെ വാദം. ദേവന് ചാർത്തേണ്ട മാല ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കേണ്ടത് പാരമ്പര്യ അവകാശികളായ തെക്കേവാര്യം കുടുംബമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കഴക നിയമന കാര്യത്തിൽ സിവിൽ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് ഹൈക്കോടതി നേരത്തെ വിധിച്ചിരുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് തന്ത്രിമാർ ആവശ്യപ്പെടുന്നത്. 2005 ദേവസ്വം ബോർഡ് ആക്ട് പ്രകാരമാണ് ക്ഷേത്രത്തിൽ ഭരണം നടക്കുന്നത്. ഇതുപ്രകാരം ക്ഷേത്രത്തിലെ നിയമനങ്ങൾ തന്ത്രിമാർക്ക് അവകാശപ്പെട്ടതാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സതീശൻ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെ 5 തന്ത്രി കുടുംബാംഗങ്ങളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഫിഷറീസ് വകുപ്പിന്റെ പൊയ്യയിലെ ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ ഫാമിൽ വനാമി ചെമ്മീൻ കൃഷി നഷ്ടത്തിലാകാൻ കാരണം വൈറസ് ബാധയെന്ന് കണ്ടെത്തൽ. വൈറ്റ് സ്പോട്ട് ഡിസീസ് ബാധ പൊയ്യയിലെ ഫാമിൽ ഉണ്ടായിരുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അഡാക്കിന്റെ തേവരയിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് വൈറസ് ബാധ കണ്ടെത്തിയത്. ചെമ്മീൻ കൃഷിയിലെ ഏറ്റവും മാരകമായ വൈറസ് ബാധയാണ് വൈറ്റ് സ്പോട്ട് ഡിസീസ്. ചെമ്മീന്റെ വളർച്ച ശരാശരി 5 ഗ്രാം വരെയുള്ളപ്പോഴാണ് സാധാരണ വൈറസ് ബാധയുണ്ടാകുന്നത്. ബയോസുരക്ഷയുള്ള ഫാമിലാണ് വൈറസ് ബാധ. രോഗമുണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് പക്ഷികൾ ചെമ്മീനുകളെ കൊത്തിയെടുത്ത് കൊണ്ടുപോയപ്പോൾ കുളത്തിൽ വീണാലും വൈറസ് വരാൻ സാധ്യതയുണ്ട്. ബയോസുരക്ഷയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കേണ്ടി വരും. വൈറസ് ബാധിച്ചാൽ വേഗത്തിൽ ചെമ്മീനുകൾ കൂട്ടത്തോടെ ചാകാൻ ഇടയാക്കും. വൈറസ് ബാധ തിരിച്ചറിഞ്ഞപ്പോഴാണ് വനാമി ചെമ്മീൻ വിളവെടുത്തത്. വളർച്ച കുറഞ്ഞത് തീറ്റയിലെ ഗുണനിലവാരമില്ലായ്മയാണോ എന്ന് പരിശോധന നടത്തിയിട്ടില്ല. വളർച്ചയില്ലാത്തതിനാൽ 85 ദിവസം പ്രായമായപ്പോഴാണ് വിളവെടുത്തത്. TCV ന്യൂസ്, മാള. കോടതി നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പിൽ സൂക്ഷിച്ച സ്വർണം മുക്കുപണ്ടമായ കേസിൽ സമാന്തര അന്വേഷണത്തിന് കളക്ടർ ഉത്തരവിട്ടു. തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ പ്രാൺ സിംഗിനാണ് അന്വേഷണ ചുമതല. മോഷ്ടാവിനെ കണ്ടെത്തുക ദുഷ്കരമാണ്. കുറ്റക്കാരെ കണ്ടെത്തിയില്ലെങ്കിലും റംലത്തിന്റെ കുടുംബത്തിന് സ്വർണം തിരിച്ചു നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. 2003 മുതൽ 2022 വരെ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തും. അംഗീകാരത്തിന്റെ നിറവിൽ ജില്ലയും തൃശൂർ കളക്ടറും. വനിതാ ശിശുവികസന വകുപ്പ് സംയോജിത ശിശുവികസന സേവന പദ്ധതി 2024-25 മികച്ച സേവനത്തിനുള്ള പുരസ്കാരത്തിനാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അർഹനായത്. ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ വനിതാ ശിശുവികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സേവനങ്ങൾക്കും ക്രിയാത്മകമായ ഇടപെടലുകൾക്കുമാണ് അംഗീകാരം നേടിയത്. ഇതിനു പുറമെ മികച്ച അംഗനവാടി വർക്കർമാർ, ഹെൽപ്പർമാർ എന്നീ വിഭാഗങ്ങളിലായി 10 പുരസ്കാരങ്ങളും ജില്ലയ്ക്ക് ലഭിച്ചു. ജില്ലയിലെ മികച്ച അംഗനവാടികൾക്കുള്ള സംസ്ഥാന പുരസ്കാരത്തിന്
കൊടകര 46 നമ്പർ ഗാലക്സി അംഗൻവാടി അർഹമായി. മികച്ച അംഗൻവാടി വർക്കർമാരായി ICDS ചേർപ്പിലെ VP ബിന്ദു, തളിക്കുളത്തെ KB ഷീജ, ചാലക്കുടി അഡീഷണലിലെ PB വിജയകുമാരി, മാളയിലെ CP ആനിയും മികച്ച അംഗൻവാടി ഹെൽപ്പർമാരായി ICDS മതിലകത്തെ MC ഇന്ദു, ഒല്ലൂക്കര അഡീഷണലിലെ MP ഷീല, ചാലക്കുടി അഡീഷണലിലെ PP അംബിക, തളിക്കുളത്തെ BT സുബി എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ. മികച്ച അംഗൻവാടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ ഒബുന്തുങ്ങലിലെ ഗാലക്സി അംഗൻവാടിയിലെ പ്രവർത്തകരെ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വൈസ് പ്രസിഡന്റ് MV മിനിമോൾ, വാർഡ് മെമ്പർ സിജി രാജേഷ്, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷീല വിപിനചന്ദ്രൻ, മോളി തോമസ്, അംഗൻവാടി ജീവനക്കാരായ സിജി പ്രദീപ്, TV ശൈലജ എന്നിവർ സംബന്ധിച്ചു. ഇരിങ്ങാലക്കുട രൂപതയുടെ പുതിയ വികാരി ജനറലായി പൊറത്തുശ്ശേരി ഇടവകാംഗമായ ഫാദർ ആൻഡു ആലപ്പാടനെ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിയമിച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറായി സേവനം ചെയ്തു വരികയായിരുന്നു. മുള്ളൂർക്കര ആറ്റൂരിൽ കൂട്ട ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വയോധിക സഹോദരിമാരിൽ മൂന്നാമത്തെയാളും മരിച്ചു. മണ്ഡലംകുന്ന് മടപ്പത്തിൽ പുരയ്ക്കൽ വീട്ടിൽ 80 വയസ്സുള്ള ജാനകിയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു അന്ത്യം. ഇതോടെ 3 സഹോദരിമാരും മരണത്തിന് കീഴടങ്ങി. വെള്ളിയാഴ്ചയാണ് മൂവരെയും വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ ആത്മഹത്യാക്കുറിപ്പ് സംഭവസ്ഥലത്ത് നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു. വടക്കാഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസം 3 വയോധിക സഹോദരിമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗുരുവായൂർ ദേവസ്വം സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഗാന്ധി ദർശനവേദി ഗുരുവായൂർ യൂണിറ്റ് ആവശ്യപ്പെട്ടു. 4 വർഷം മുൻപ് ഇവരുടെ വീടും ഭൂമിയും ഗുരുവായൂരപ്പന് എഴുതി നൽകിയിരുന്നു. പിന്നീട് ഇവർ ഗുരുവായൂർ ദേവസ്വത്തിന്റെ വൃദ്ധ സംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു താമസം. മാസങ്ങൾക്ക് മുൻപാണ് ഇവർ തിരിച്ചുപോയത്. എല്ലാം ഗുരുവായൂരപ്പന് മുന്നിൽ സമർപ്പിച്ച് ശിഷ്ടകാലം അരികിൽ തന്നെ കഴിയാമെന്ന അവസ്ഥയിൽ നിന്ന് ആത്മഹത്യയിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം ദേവസ്വം അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് ബാലൻ വാറനാട്ട് അധ്യക്ഷത വഹിച്ചു. ജയരാജ് ഗുരുവായൂർ, P ശ്രീനാരായണൻ, ശ്രീദേവി ബാലൻ, A ബാബുരാജ്, V മുരളി, രാജു P നായർ തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ കല്ലേപ്പാടം ചന്തപ്പുര പാടശേഖരത്തിൽ കാട്ടുപന്നികൾ കൂട്ടമായി ഇറങ്ങി നെൽകൃഷി നശിപ്പിച്ചു. 90ഓളം കർഷകരെയാണ് പന്നിശല്യം ബാധിച്ചിരിക്കുന്നത്. വിളവെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചത്. കൃഷിയിടത്തിന് ചുറ്റുമായി സ്ഥാപിച്ച കമ്പിവേലി തകർത്താണ് പന്നികൾ കൂട്ടമായി കൃഷിയിടത്തിലെത്തിയത്. കൃഷിവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചിരുന്നുവെങ്കിലും ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല എന്ന് കർഷകർ ആരോപിച്ചു. പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഷൂട്ടർമാർ ഇല്ല എന്നാണ് അധികൃതർ പറയുന്നത്. 1300 റുപ്യ യൂറിയ കിട്ടാനില്ല. അതിന് പകരം വേറെ എന്തെങ്കിലും വളമാണ് തരുന്നത്. അത് ഇട്ടാൽ വിജയിക്കണമില്ല. അങ്ങനെ ഈ ചാഴിക്ക് കേടിന് ഇതിനൊക്കെ വളക്കട ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പന്നികൾ വന്ന് കംപ്ലീറ്റ് ഭാഗങ്ങളും നാശമായിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഫോറസ്റ്റ് കൃഷി ഓഫീസിൽ പോയി, കൃഷി ഓഫീസറെ ഇവിടെ കൊണ്ടു അവരെ കാണിച്ചു. അവർ ഫോറസ്റ്റിലെ വിവരം അറിയിച്ച് പിടിച്ച് പന്നി പിടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതുവരെ അതിനെപ്പറ്റി ഒരു നടപടിയും കണ്ടില്ല. ഇന്നലെയും കൂടി ഇവിടെ പന്നി ഇറങ്ങി മൊത്തം നാശമാക്കി. ഒരു 1-2 ഏക്കർ സ്ഥലം മൊത്തം ഒന്നും കിട്ടില്ല ഞങ്ങൾക്ക്. 10-35 ഒരു ഏക്കർ പണിയെങ്കിൽ 10-35,000 രൂപ വേണം. 35,000 രൂപ ഇറക്കി കൃഷി പണിതിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന എന്താണെന്ന് അറിയില്ല. ഇതാണ് അവസ്ഥ. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കർഷകൻ എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ മേഖലയിൽ ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരം കവർ ചെയ്ത കേസിൽ പ്രതിപിടിയിലായി.
മേത്തല എൽത്തുരുത്ത് സ്വദേശി നെല്ലിപ്പറമ്പിൽ വീട്ടിൽ പ്രവീണിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാര ശ്രീകൃഷ്ണ മാരുതി ക്ഷേത്രം, പടാക്കുളം ഉളവത്ത് അയ്യപ്പൻകാവ് ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ കവർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. കാരമുക്ക് വിളക്കുംകാലിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മണലൂർ അയ്യപ്പൻകാവ് സ്വദേശി ചക്കാമടത്തിൽ വീട്ടിൽ ഷൈനിനെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 2 പ്രതികളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറ്റണമെന്നാവശ്യം. മലയോര ഹൈവേ വെള്ളിക്കുളങ്ങര മുതൽ വെറ്റിലപ്പാറ വരെയുള്ള 18.25 കിലോമീറ്റർ ദൂരത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഏറെ തടസ്സങ്ങളും നിലവിലുണ്ട്. നഷ്ടപരിഹാര തുകയ്ക്ക് വേണ്ടി ചില ഭൂവുടമകൾ കേസ് കൊടുത്തിട്ടുണ്ട്. മതിൽ കിണർ പൊളിച്ചു പണിയുന്നതിന് തുക കൈപ്പറ്റിയതിനു ശേഷം തുക പോരെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാത്തതും കാലതാമസം വരുത്തുന്നു. ചായപ്പൻകുഴി ചെമ്പൻകുന്ന് റോഡിൽ അതിരപ്പള്ളി ശുദ്ധജല വിതരണ പദ്ധതിയിലെ ടാങ്കിലേക്കുള്ള ഇരുമ്പ് പൈപ്പ് കൂട്ടിയോജിപ്പിക്കാത്തതും നിർമ്മാണ പുരോഗതിക്ക് തടസ്സമാണ്. ഇവയെല്ലാം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകരായ KM ജോസ് നാട്ടിക ഫർക്ക എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സമീപിച്ചു. ഉത്രാളിക്കാവ് പൂരത്തിന് മുന്നോടിയായി കുമരനെല്ലൂർ ദേശം ഉത്രാളിക്കാവ് ഭഗവതിക്ക് സമർപ്പിക്കുന്ന ദേശപാന ചൊവ്വാഴ്ച വിവിധ പരിപാടികളോടെ നടക്കും. കുമരനെല്ലൂർ കറുവണ്ണ ക്ഷേത്രത്തിന് സമീപം തയ്യാറാക്കിയ പന്തലിൽ രാവിലെ 9:30 കാലിടൽ ചടങ്ങോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ബുധനാഴ്ച പുലർച്ചെ പാന വലത്ത്, കനലാട്ടം, ഉത്രാളിക്കാവ് കോമരത്തിന്റെ കൽപ്പന, ഗുരുതി സമർപ്പണം എന്നിവയുടെ ചടങ്ങുകൾക്ക് സമാപനമാകും. മാലിന്യക്കൂമ്പാരം പഴങ്കഥ. ഇവിടെ കുട്ടികൾ ശാസ്ത്രം സ്വപ്നം കാണും. കൊടുങ്ങല്ലൂരിലെ ചാപ്പാറയിൽ 4,15 ലക്ഷം രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന സയൻസ് പാർക്കിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നു. ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, മെക്കാട്രോണിക്സ് ലാബുകൾ, സയൻസ് പാർക്ക്, ബൊട്ടാനിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ ഗാർഡൻ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പരിഗണനയിലുള്ളത്. ഇതിനായുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാകും. കെട്ടിടത്തിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും ഇന്റീരിയർ പ്രവൃത്തികളും കൊടുങ്ങല്ലൂർ നഗരസഭ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കും. 2ാം ഘട്ടത്തിൽ ആധുനിക രീതിയിലുള്ള ശാസ്ത്രം മ്യൂസിയം, പ്ലാനറ്റോറിയം, ഒബ്സർവേറ്ററി എന്നിവ നിർമ്മിക്കും. വിദ്യാർത്ഥികൾക്കും ശാസ്ത്ര അധ്യാപകർക്കും സയൻസ് പാർക്ക് മുതൽക്കൂട്ടാകും. ശാസ്ത്ര പരിപാടികൾ, ക്യാമ്പുകൾ എന്നിവ സയൻസ് പാർക്കിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കും. മുതിർന്നവർക്കുള്ള പരിശീലനങ്ങളും സയൻസ് പാർക്കിൽ ഉണ്ടാകും. VR സുനിൽകുമാർ MLA, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, വാർഡ് കൌൺസിലർ EC അശോകൻ, മുൻ ചെയർപേഴ്സൺ MU ഷിനിജ എന്നിവർ സയൻസ് പാർക്ക് നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്തി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വെള്ളറക്കാട് ആദൂരിൽ യുവതിക്ക് കടന്നൽ കുത്തേറ്റു. കുമ്മാത്ത് വീട്ടിൽ അനീഷിന്റെ മകൾ അൻസിലയ്ക്കാണ് കടന്നലുകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. അയൽവാസിയുടെ പറമ്പിൽ നിൽക്കുന്ന കൂറ്റൻ ആൽമരത്തിലെ കടന്നൽക്കൂട്ടമാണ് അൻസിലയെ ആക്രമിച്ചത്. പരിക്കേറ്റ അൻസില ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രദേശത്ത് വൈകുന്നേരമായാൽ ലൈറ്റ് ഓൺ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് വീട്ടുകാർ പറഞ്ഞു. അരിമ്പൂരിൽ 16-കാരനെ മർദ്ദിച്ച കേസിൽ ഒരു പ്രതിയെ കൂടി അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അരിമ്പൂർ കാരക്കാട്ട് പറമ്പിൽ വീട്ടിൽ അനന്തുവിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 4 പ്രതികൾ നേരത്തെ അറസ്റ്റിലായിരുന്നു. ചേർപ്പ് ഊരകം സവേര ബാറിൽ മുൻ വൈരാഗ്യത്തെ തുടർന്ന് മധ്യവയസ്കനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുവിൽ കുറുമ്പിലാവ് സ്വദേശി കോഴിക്കോടൻ വീട്ടിൽ സുദേവിനെയാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പുത്തൻകടപ്പുറം ചീനിച്ചൂട് മേഖലയിലെ ക്ലബ്ബുകൾ തമ്മിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് 5 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൻകടപ്പുറം അരയച്ചൻ വീട്ടിൽ അനിത്, കിഴക്കത്ത് നിഹാൽ, ചാലിൽ അബ്ദുൾ വഹാബ്, കല്ലിടക്കായിൽ മുഹമ്മദ് ഹിലാൽ, ആലുങ്ങൽ വീട്ടിൽ അബൂബക്കർ എന്നിവരെയാണ് ചാവക്കാട് SHO VV വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ചയാണ് ക്ലബ് അംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. കേരളോത്സവത്തിൽ കിരീടം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി ഉണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. കൈതവളപ്പൻ വഞ്ചിവക കൊടിക്കൂറ സമർപ്പണ ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലേക്കെത്തി ദേവിക്ക് കൊടിക്കൂറ സമർപ്പണം നടത്തിയ ശേഷം ക്ഷേത്രം തന്ത്രി സുകുമാരൻ കൊടിയേറ്റ് നിർവഹിച്ചു.
ഉത്സവ ദിവസമായ 8-ന് രാവിലെ ശീവേലി, വൈകിട്ട് 3:30-ന് പകൽപ്പൂരം, വെടിക്കെട്ട് എന്നിവ നടക്കും. ആക്ട്സ് കേച്ചേരി ബ്രാഞ്ചിന്റെ മഴുവഞ്ചേരിയിലുള്ള ആക്ട്സ് സേവനാലയത്തിൽ സൗജന്യമായി പ്രവർത്തിച്ചു വരുന്ന ഫിസിയോതെറാപ്പി സെന്ററിലേക്ക് നന്മ കേച്ചേരി നൽകിയ പുതിയ ഫിസിയോതെറാപ്പി എക്യുപ്മെന്റിന്റെ ഉദ്ഘാടനം നടന്നു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് VA കൊച്ചിലാസർ അധ്യക്ഷനായി. ചൂണ്ടൽ പഞ്ചായത്ത് അംഗം KL പോൾസൺ, ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് രക്ഷാധികാരി കൊതയടത്ത് അപ്പുനായർ, ആക്ട്സ് ജില്ലാ സെക്രട്ടറി AF ജോണി തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധിയായി 25 വർഷം പൂർത്തിയാക്കിയ K അജിത് കുമാറിന് സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് മുണ്ടത്തിക്കോട് സ്വീകരണം നൽകി. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA PA മാധവൻ അധ്യക്ഷത വഹിച്ചു. ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, CC ശ്രീകുമാർ, രാജേന്ദ്രൻ അരങ്ങത്ത്, ജിജോ കുര്യൻ, ഷാഹിദ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു നാടിന്റെ സ്നേഹാദരവ് ഇതാ നാട്ടുകാരും വടക്കാഞ്ചേരി പൗരാവലിയും ചേർന്ന് നൽകുന്ന സ്വീകരണം, ബഹുമാനം. പ്രിയ നേതാവിന് ജനപ്രതികോടിന്റെ സ്നേഹാദരവ്. ഇത്തരം റോഡുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ആ പഞ്ചായത്ത് 10 വർഷം കൊണ്ട് 100 കണക്കിന് റോഡുകൾ വീതി കൂട്ടി കുണ്ടകടവയിൽ വരെ വീതി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ശാന്തിപുരം പള്ളിനറ സ്വദേശി കരിനാട്ടിൽ വീട്ടിൽ അഖിലിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ലെ കോട്ടപ്പുറം മൂത്തകുന്നം പുതിയ പാലത്തിന്റെ സുരക്ഷയിലുള്ള ആശങ്ക പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിർമ്മാണം പുരോഗമിക്കുന്ന പാലത്തിന്റെ തൂണുകളിലൊന്ന് താഴ്ന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇരട്ടപ്പാലങ്ങളിലെ രണ്ടാമത്തെ പാലത്തിലാണ് സുരക്ഷാ ഭീഷണി ഉടലെടുത്തിട്ടുള്ളത്. കൊടുങ്ങല്ലൂരിലെ വലിയ പണിക്കൻ തുരുത്തിൽ നിന്നും എറണാകുളം ജില്ലയിലെ മൂത്തകുന്നത്തേക്കുള്ള പാലത്തിന്റെ രണ്ടാം തൂണിലാണ് അപാകത കാണപ്പെടുന്നത്. ദൂരക്കാഴ്ചയിൽ പാലത്തിന്റെ രണ്ടാം തൂണിന്റെ ഭാഗത്ത് വളഞ്ഞതുപോലെയുണ്ട്. നാട്ടുകാർ സംശയം ഉന്നയിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. പാലത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തി നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കണമെന്ന് നഗരസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് VM ജോണി ആവശ്യപ്പെട്ടു. ഇവിടെ നിന്ന് രണ്ടാമത്തെ തൂണ് വളരെ അവിടെ ഒരു വലിയൊരു വളവ് താഴ്ന്നത് പോലെ തോന്നിക്കുന്നു. അത് നമുക്ക് ഇപ്പൊ വീഡിയോയിലെല്ലാം കാണുമ്പോൾ മനസ്സിലാവും. അതൊരു വലിയൊരു ആശങ്കയിലാണ് എല്ലാ ജനങ്ങളും നിൽക്കുന്നത്. ഇത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് എന്താണ് ആ നിർമ്മാണത്തിൽ വന്ന അപാകതയാണോ
എന്താണ് ഒരു വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഒരു വലിയൊരു വ്യത്യാസം. അത് തൂണിരുന്ന് പോയതാണോ എന്നെല്ലാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഒന്ന് പരിശോധിക്കേണ്ടത്. ഉദ്യോഗസ്ഥ സംഘം പാലം സന്ദർശിച്ചതും പിന്നീട് നിർമ്മാണം നിർത്തിവെച്ചതും നാട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ പാലത്തിന്റെ തൂണുകൾ നിർമ്മിച്ച സമയത്ത് പാലം പണിയിൽ അപാകതയുള്ളതായി ആരോപണമുയർന്നിരുന്നു. എന്നാൽ അന്നും അധികൃതർ നിസ്സംഗത പുലർത്തുകയാണുണ്ടായത്. TCV കൊടുങ്ങല്ലൂർ. പന്തല്ലൂർ ശ്രീ ശിവഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. ദേവസ്വം പൂരം എഴുന്നള്ളത്തിന് ഗജവീരൻ പാക്കത്ത് ശ്രീകുട്ടൻ തിടമ്പേറ്റി. 24 ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് ആവേശമായി. മേളപ്രമാണി വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിൽ 70ഓളം കലാകാരന്മാർ അണിനിരന്ന പാണ്ടിമേളം പൂരാവേശമുയർത്തി. തെയ്യം, കരിങ്കാളികൾ, തിറ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളുടെ വരവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എറവ് അഞ്ചാംകലിലെ കളക്ടേഴ്സ് ഡ്രീം അങ്കണവാടി സന്ദർശിച്ചു. കുട്ടികൾക്കൊപ്പം സന്തോഷം പങ്കിടാനായി മിഠായിയും കളിപ്പാട്ടങ്ങളുമായാണ് കളക്ടർ വന്നത്. 2 പതിറ്റാണ്ടോളം വിവിധ സ്ഥലങ്ങളിൽ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന അങ്കണവാടി അഞ്ചാങ്കലിൽ നിർമ്മാണം തുടങ്ങിയെങ്കിലും പ്രദേശവാസിയുടെ എതിർപ്പ് മൂലം കോടതി സ്റ്റേ നൽകിയിരുന്നു. പിന്നീട് കളക്ടറുടെ ഇടപെടലിനെ തുടർന്നാണ് കെട്ടിടം പണിതീർത്ത് തുറന്നു നൽകിയത്. അങ്കണവാടിയിലെത്തിയ കളക്ടറെ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ, വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ, ജനപ്രതിനിധികളായ CP പോൾ, CG സജീഷ്, KR ബാബുരാജ് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. തളിക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രം വിളക്ക് മഹോത്സവം ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കും. വ്യാഴാഴ്ച രാവിലെ ശീവേലി എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവടി വരവ് അരങ്ങേറും. ജനറൽ കൺവീനർ TR സുഖിൽദാസ്, ചെയർമാൻ TR ജനാർദ്ദനൻ, TV സുധാകരൻ, TR ബൈജു, TR രാജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് സമ്മേളനം കോടാലിയിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, TA വേലായുധൻ, K സുകുമാരൻ, IR ബാലകൃഷ്ണൻ, MK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം വഞ്ചിപ്പുര ബീച്ചിൽ കടലിൽ ബോട്ട് മുങ്ങിയ അപകടം. ബോട്ടിലുണ്ടായിരുന്ന 7 പേരെയും മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കരയിൽ നിന്നും 8 കിലോമീറ്ററോളം അകലെയാണ് അപകടം നടന്നത്. പൊന്നാനിയിൽ നിന്നും പുറപ്പെട്ട് മടങ്ങിപ്പോയിരുന്ന ഗുരുദക്ഷിണ എന്ന ബോട്ടാണ് കടലിലെ പ്രതികൂല കാലാവസ്ഥയിൽ മറിഞ്ഞു മുങ്ങിപ്പോയത്. തിങ്കളാഴ്ച വൈകിട്ട് 5:30 മീൻപിടുത്തത്തിനായി വഞ്ചിപ്പുര ബീച്ചിൽ നിന്നും പോയിരുന്ന ഐരൂർ ആദിദേവ് എന്ന വള്ളത്തിലെ തൊഴിലാളികളാണ് ഇവരെ കണ്ടെത്തി വഞ്ചിയിൽ കയറ്റി രക്ഷപ്പെടുത്തിയത്. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ തിരുനാൾ ഈ മാസം 6 മുതൽ 9 വരെ ആഘോഷിക്കും. ബുധനാഴ്ച വൈകിട്ട് ഫാദർ ജോസ് മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിക്കും. വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് തിരുനാൾ. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ വർഗീസ് പാത്താടൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ക്രിസ്റ്റി ചിറ്റക്കര, ഫാദർ അഖിൽ, കൈക്കാരന്മാരായ റിജു സെബാസ്റ്റ്യൻ, സുനിൽ ഡേവിസ്, ജനറൽ കൺവീനർ ജോഷി പുത്തിരിക്കൽ എന്നിവർ പങ്കെടുത്തു. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീ കുമാരമംഗലം സമുദായം ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. 4 മേഖലകളിൽ നിന്ന് വിവിധ താളവാദ്യമേളങ്ങളോടെ കാവടി ആഘോഷം ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞാടി. പകൽപൂരത്തിൽ 7 ഗജവീരന്മാർ അണിനിരന്നു. നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തിടമ്പേറ്റി. കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയായി കിഴക്കൂട്ട് അനിയന്മാരാർ, തൃപ്രയാർ അനിയന്മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ 75-ൽ പരം കലാകാരന്മാർ അണിനിരന്ന പഞ്ചാരി മേളവും ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി, മേൽശാന്തി പ്രണവ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
രാഷ്ട്രപതിയുടെ പുരസ്കാരത്തിന് അർഹനായ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി പ്രേമാനന്ദകൃഷ്ണനെ ഗുരുവായൂരിലെ വിവിധ സംഘടനകൾ ആദരിച്ചു. ട്രേഡേഴ്സ് കൾച്ചറൽ സെന്ററിന് വേണ്ടി പ്രസിഡന്റ് ജോഫി കുര്യൻ ഉപഹാരം സമ്മാനിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ യൂണിറ്റിന് വേണ്ടി CD ജോൺസൺ, ഗുരുവായൂർ സാംസ്കാരിക സമിതിക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് മുണ്ടറക്കോട്ട് ചന്ദ്രൻ എന്നിവർ പൊന്നാട അണിയിച്ചു. ചാവക്കാട് കൾച്ചറൽ സെന്ററിന് വേണ്ടി NK ലോറൻസ് സ്മരണിക കൈമാറി. PA അരവിന്ദൻ, PV സന്തോഷ് എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി സെന്ററിന് സമീപം കാനയിലെ പുല്ലിന് തീപിടിച്ചു. കാനയിൽ നിന്നും സമീപത്തെ ആൾതാമസമില്ലാത്ത പറമ്പിലേക്കും തീ പടർന്നു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീ അണച്ചത്. ഓൺലൈൻ ടാസ്കുകളിലൂടെ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് 19,79,968 രൂപ തട്ടിയെടുത്തതായി പരാതി. കോയിൻബേസ് എന്ന US കമ്പനിയാണെന്ന് വിശ്വസിപ്പിച്ചാണ് മാള സ്വദേശിയിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് വഴി പണം തട്ടിയത്. ടെലഗ്രാം വഴി പരിചയപ്പെട്ട സംഘമാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പരാതി. പരാതിക്കാരനും സുഹൃത്തും ചേർന്നാണ് പണം നിക്ഷേപിച്ചിട്ടുള്ളത്. ലാഭവിഹിതവും നിക്ഷേപവും തിരിച്ചു ലഭിക്കാതെ വന്നപ്പോഴാണ് സൈബർ സെല്ലിൽ പരാതി നൽകിയത്. തുടർന്ന് മുംബൈ സ്വദേശികളായ പ്രീതി ശർമ്മ, വാർദിക് ജെയിൻ, പങ്കജ് പാട്ടേൽ എന്നിവർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,040 രൂപ, പവന് 1,12,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമനത്തിൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ തന്ത്രിമാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ഹർജിയിൽ ആവശ്യം. കഴക ജോലി മതപരവും ആത്മീയവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. പൊയ്യയിലെ ഫാമിൽ വനാമി ചെമ്മീൻ കൃഷി നഷ്ടത്തിലാകാൻ കാരണം വൈറസ് ബാധയെന്ന് കണ്ടെത്തൽ. വൈറ്റ് സ്പോട്ട് ഡിസീസാണ് ചെമ്മീൻ കൃഷിയെ ബാധിച്ചതെന്ന് റിപ്പോർട്ട്. റവന്യൂ വകുപ്പിൽ സൂക്ഷിച്ച സ്വർണം മുക്കുപണ്ടമായ സംഭവത്തിൽ സമാന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് കളക്ടർ. തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ ഫ്രാൻസിങ്ങിനാണ് അന്വേഷണ ചുമതല. 2003 മുതൽ 2022 വരെ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തും. അംഗീകാരത്തിന്റെ നിറവിൽ തൃശൂർ ജില്ലയും തൃശൂർ കളക്ടറും. ശിശു വികസന സേവന പദ്ധതിയിലെ മികച്ച സേവനത്തിനുള്ള പുരസ്കാരത്തിന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അർഹനായി. ജില്ലയിലെ മികച്ച അങ്കണവാടിക്കുള്ള സംസ്ഥാന പുരസ്കാരം കൊടകരയിലെ ഗാലക്സി അങ്കണവാടിക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.